ഹലോ സ്റ്റുഡൻസ്, ബാങ്ക് റീകോൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. പലതും മനസ്സിലാവണില്ല. മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് മിക്ക സ്റ്റുഡൻസിൻ്റെയും വേവലാതി. അങ്ങനെ പറയുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. രണ്ട് കോൺസെപ്റ്റുകൾ വ്യക്തമാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാങ്ക് റീകോൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് is going to be so easy for you. So let's start with the situation. പൊതുവെ സ്റ്റുഡൻസിന് വരുന്ന രണ്ട് തെറ്റുകൾ ചെക്കുകളുടെ കാര്യത്തിൽ. നമ്പർ 1, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്പർ 2, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. നമുക്കറിയാം, നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. ആ അക്കൗണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ്, ബാങ്ക് ഉള്ളിലോട്ട് വരുന്ന എമൗണ്ട് എല്ലാം ഡെബിറ്റ് സൈഡ് കാണിക്കുന്നു. അതേ ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡോ, ബാങ്കിൽ നിന്നും പോകുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബിസിനസിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ബാങ്കുകാരും മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പുസ്തകത്തിന്റെ പേരെന്താ? ഓബ്വിയസ്ലി പാസ്ബുക്ക് അല്ലേ? പാസ്ബുക്കിലാണെങ്കിലോ ഡെബിറ്റ് സൈഡ് എമൗണ്ട് പോകുന്നതൊക്കെ, ബാങ്കിൽ നിന്നും പോകുന്നതെല്ലാം ഡെബിറ്റ് സൈഡ് കാണിക്കുന്നു. ബാങ്കിന്റെ ഉള്ളിലോട്ട് വരുന്ന എമൗണ്ടുകളെല്ലാം ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നു. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ഒരു സിറ്റുവേഷനിലോട്ട് വരാം. അക്കൗണ്ടന്റ് ഒരു ക്രെഡിറ്ററിന് ചെക്ക് ഇഷ്യൂ ചെയ്യാണ്. നമ്മൾ നമ്മുടെ ക്രെഡിറ്ററിന് എമൗണ്ട് കൊടുക്കാനുണ്ട്. ക്രെഡിറ്റർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാണ്. ഒരു 20,000 റുപ്പിയുടെ ചെക്ക് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, സോ അക്കൗണ്ടന്റ് ഇസ് ഗിവിംഗ് ചെക്ക് ടു ദ ക്രെഡിറ്റർ. കൊടുത്ത കൈയോടെ അക്കൗണ്ടന്റ് ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്ത് കാണിക്കും? ഓക്കെ, എമൗണ്ട് പോയിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് കാണിക്കും. എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു എന്നുള്ളതാണ് അതർത്ഥം. ഇങ്ങനെയാണ് അക്കൗണ്ടന്റ് പോസ്റ്റ് ചെയ്ത് കാണിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ആ ചെക്ക് കിട്ടിയ ക്രെഡിറ്റർ അത് അന്നത്തെ ദിവസം തന്നെ ബാങ്കിൽ കൊടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അയാൾ അത് പ്രസന്റ് പോലും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ആ ചെക്ക് അദ്ദേഹം അയാളുടെ കയ്യിൽ തന്നെ വെക്കുകയാണ് അല്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്നും അങ്ങനെ ഒരു എമൗണ്ട് പോയിട്ടുണ്ടാവുമോ? ഇല്ല അല്ലേ? സോ പാസ്ബുക്കിന്റെ കോപ്പി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വിഡ്രോവൽ, അങ്ങനെ ഒരു റിഡക്ഷൻ ഇൻ ദ ബാങ്ക് ബാലൻസ് കണ്ടുവരില്ല. നമ്മളാണെങ്കിൽ ക്യാഷ് ബുക്കിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടാവും, പാസ്ബുക്കിലാണെങ്കിലോ പഴയ ബാലൻസ് തന്നെ വരുന്നു. എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിനെ അപേക്ഷിച്ച് പാസ്ബുക്ക് കൂടി നിൽക്കുന്നു. അപ്പോ അക്കൗണ്ടന്റ് ആയ നമ്മൾ BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിന്റെ ബാലൻസിലോട്ട് റീകോൺസൈൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? യെസ്, ആഡ് ചെയ്ത് കാണിക്കണം. അത്രയേ ഉള്ളൂ. ഇതാണ് ലോജിക്. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എങ്ങാനും പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ടാണ് നമ്മൾ റീകോൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലോ നമ്മൾ കുറച്ച് കാണിക്കണം. ദാറ്റ്സ് ഓൾ. നൗ സിറ്റുവേഷൻ നമ്പർ 2. നമുക്ക് കിട്ടേണ്ട ഒരു ചെക്ക് കസ്റ്റമർ ഉള്ളിലോട്ട് നമുക്ക് കൊണ്ട് തന്നു. ഒരു 25,000 റുപ്പീസിന്റെ ചെക്ക്. ഓക്കെ, ചെക്ക് ഞാൻ ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്ത കൈയോടെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് എമൗണ്ട് വരുമല്ലോ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡ് എമൗണ്ട് വന്ന പോലെ കാണിക്കും. ഇതാണ് നമ്മുടെ റൂൾ. അക്കൗണ്ട്സ് റൂളേ പറയുന്നത് എന്താ? ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തോ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് വന്ന പോലെ കാണിച്ചേക്കൂ എന്നാണ് പറയുക. പക്ഷേ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ഉടൻ തന്നെ അന്ന് തന്നെ ബാങ്കിൽ എമൗണ്ട് കയറണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോസസ് ഇല്ലേ? ഇറ്റ് വിൽ ടേക്ക് ടൈം. കുറച്ച് മേ ബി 3 or 4 days. ആ ഇന്റർവെൽ പീരീഡിൽ നമ്മൾ പാസ്ബുക്ക് നോക്കുന്ന സമയത്ത് എമൗണ്ട് ബാങ്കിൽ വന്നിട്ടുണ്ടാവുമോ? ബാങ്കിൽ വന്നിട്ടുണ്ടാവില്ല. ക്യാഷ് ബുക്കിലാണെങ്കിൽ നമ്മൾ എമൗണ്ട് കൂട്ടിക്കാണിച്ചു. പാസ്ബുക്കിലാണെങ്കിൽ പഴയ ബാലൻസ് തന്നെയാണ്, നോർമൽ ബാലൻസ് തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിനെ അപേക്ഷിച്ച് പാസ്ബുക്കിന്റെ ബാലൻസ് കുറവ്. അപ്പോ അക്കൗണ്ടന്റ് ആയ നമ്മൾ BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ നിന്നും പാസ്ബുക്കിലോട്ടാക്കാൻ നമ്മൾ ബാലൻസിനെ റീകോൺസൈൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കുന്നു? കുറച്ച് കാണിക്കുന്നു. ഈക്വൽ ആവും. അല്ലെങ്കിൽ പാസ്ബുക്കിൽ നിന്നും ക്യാഷ് ബുക്കിലോട്ടാക്കാനോ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിക്കാണിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായാൽ ബാങ്ക് റീകോൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വിൽ ബി സോ സിമ്പിൾ. എവിടെ നിന്ന് തുടങ്ങുന്നു, എന്തിലോട്ട് അവസാനിപ്പിക്കുന്നു, ഇത് മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി.
That's all. BRS is so simple. Thank you.